സോങ്സിന്റെ ഒരു ഫോൾഡർ മേഡം അത് പ്ലീസ് പ്ലീസ് അത് എന്റെ കഴിവാണ്. എന്റെ കഴിവാണ്, അത് ഓപ്പൺ ചെയ്യല് സാർ. ഇല്ല അതറിയാം. അത് വേറെ അല്ല, ആ ഫോൾഡർ ഞാൻ ചാക്കോച്ചിന് വേണ്ടി ഞാൻ എഴുതിയ മനോഹരമായ ഒരു സോങ് ആണ്. ഓ പാട്ട് മുമ്പേ വെച്ച് പാടാൻ പറ്റുന്നില്ല. ഞാൻ നീ ഒന്ന് പാട്, ഞങ്ങളൊന്ന് കേക്കട്ടെ. പുള്ളി പാടണമെന്നുണ്ട്. ചാക്കോച്ചിന് വേണ്ടി ഞാൻ എഴുതി. ഞാൻ പ്രശസ്ത കവി AR റഹ്മാൻ സംഗീതം ചെയ്ത പ്രഭുദേവയ്ക്ക് കവി. അതൊരു ചെറിയൊരു സാമ്യം വരും ഈ പാട്ടുമായിട്ട്. ഓ ലെനു ചായ കുടിച്ചെങ്കിൽ ഒന്ന് മിക്സ് പിന്നെ പേടി റിമി നാളെ കൊണ്ട് ഗാനമേളക്ക് പാടി കോടികൾ മേടിക്കോ സാരല്ല പൊട്ട്. പിന്നെ MG സാർ ഇരിക്കണോണ്ട് അങ്ങോട്ട് പോകില്ലെന്നൊരു ഉറപ്പുണ്ട്. ചാക്കോ ചാക്കോ ചാച്ചാ ചാച്ചാ ഞങ്ങളുടെ ചാച്ചാ ചാക്കോ ചാച്ചാ 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 ഞങ്ങളുടെ ചാച്ചാ. ശാലിനി വന്നാലെന്താ, ജോമോള് പോയാലെന്താ, ചാക്കോച്ചാൻ എന്ന് സ്റ്റാറാ, ചാക്കോച്ചാൻ ഇന്ന് സ്റ്റാർ. ചാച്ചാ ഞങ്ങളുടെ ചാച്ചാ, ചാക്കോ ചാച്ചാ ഞങ്ങളുടെ ചാച്ചാ. എന്തിനാടാ പുള്ളിനെ ചാച്ചാ ചാച്ചാന്ന് വിളിക്കുന്നത്? അതെ, ഒരു മിനിറ്റ്. മമ്മൂട്ടി നിങ്ങൾ എന്ത് വിളിക്കും? മോഹൻലാൽ നിങ്ങൾ എന്ത് വിളിക്കും? ലാലേട്ടൻ. അതുകൊണ്ട് ഞങ്ങളുടെ ചാക്കോച്ചനെ ചാച്ചാന്ന് വിളിച്ചുകൂടെ നിങ്ങൾക്ക്? കുട്ടികൾ സ്നേഹത്തോടെ ചാച്ചാജി എന്ന് വിളിക്കുമ്പോൾ നിങ്ങൾ സ്നേഹത്തോടെ ചാച്ചാന്ന് വിളിക്കും. ചാക്കോച്ചാ അല്ലേ ചാച്ചാ? ഓ വിളിക്കാം, വേറെ പാട്ടിലും വിളിക്കാം. ചാം ചച്ചാ ചൂം ചച്ചാ ചുമരി ചാക്കോച്ചാ. എത്ര പാട്ട് ഞാൻ തുടങ്ങി വെച്ചതേ ഉള്ളൂ. ഇങ്ങനെ പാട്ട് ചാക്കോച്ചാ ബർത്ത്ഡേക്കൊന്നും പ്രിയാരംഭെന്ന് പാടി ഷൈൻ ചെയ്യല്ലേ പാട്ട്. നമ്മൾ ഒരു വിധം എഴുതിക്കൊണ്ട് വന്നേക്കാണ് കേട്ടോ. അത്രേ ഉള്ളു പറയുള്ളൂ. അതെ, എന്നാ നമുക്ക് കേട്ടാ പോവാം. എങ്ങോട്ട് പോവാം? ഞാൻ ചാക്കോച്ചന്റെ ഫ്രണ്ടിൽ പാടി. എനിക്കിത് ഉത്തരം മതി. എന്നാലും ചാക്കോച്ചന്റെ ഫ്രണ്ടിൽ പാടി അത് റിലീസ് ചെയ്തല്ലോ. എനിക്കത് മതി. അല്ല, നിന്റെ പാട്ട് ചാക്കോച്ചന്റെ മുമ്പിൽ റിലീസായി. പക്ഷെ നിന്നെ ആര് റിലീസാക്കുവോ? അവിടെയാണ് പ്രശ്നം. ആര് റിലീസ്? എന്നെ അവിടെ കൊണ്ടുപോകണം. നിന്നെ ഞങ്ങള് കസ്റ്റഡി എടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യാൻ കൊണ്ടുപോകണം. എന്നെ കൊണ്ടുപോയി 5 മിനിറ്റ് കൊണ്ട് ഞാൻ ഇറങ്ങും. അങ്ങനെ ചാക്കോച്ചൻ കരന്ന് ഇപ്പം വരും എന്നെ വിളിക്കാം. നിന്നെ ജാമ്യത്തിലിറക്കലല്ലേ ചാക്കോച്ചന്റെ പരിപാടി? പോടാ. ഇറങ്ങൂലേ? ഇല്ല ചാക്കോച്ച ഇല്ലേ? എനിക്ക് പോവല്ലേ? അങ്ങനെയാണെങ്കിൽ എന്നെ കൊണ്ടുപോകല്ലേ? ഒരു 200 ബംഗാളി കഥ മലയാളത്തിലേക്ക് പിഷാരടിക്ക് കൊടുത്ത പുള്ളി ഇറക്കിയാലോ ചിലപ്പോൾ. പുള്ളി ആ ബംഗാളി കഥകളാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.